ഗുഡ് മോർണിംഗ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ PG കോഴ്സിലെ കോഴ്സ് കോഡ് MPSC 004. അതിൽ നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ മോഡേൺ ഇന്ത്യ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നും യൂണിറ്റ് 4 ഏർലി നാഷണാലിസ്റ്റ് റെസ്പോൺസസ്, റാംമോഹൻ റായ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദയാനന്ദ് സരസ്വതി ആൻഡ് ജ്യോതിബ ഫൂലെ. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ റെസ്പോൺസസുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് 4ാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇന്ത്യൻ നാഷണാലിസത്തിലുണ്ടായ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ദ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമാണ്. അവിടെ ആ നാഷണാലിസം. അതിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ആർട്ടിക്കുലേറ്റഡ് ത്രൂ പോപ്പുലർ മൊബിലൈസേഷൻ അറൗണ്ട് വേരിയസ് കൈൻഡ്സ് ഓഫ് ആൻറ്റി ഇമ്പീരിയൽ ഐഡിയോളജീസ്. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങളായ ആശയവും അതിൻ്റെ ദർശനവും ഗാന്ധിയൻ നോൺ വയലൻസ്, ഇവയെല്ലാം തന്നെ മോസ്റ്റ് പോപ്പുലർ ഐഡിയോളജി ആയിട്ട് ആൻറ്റി ഇമ്പീരിയൽ മൂവ്മെൻറ്റിനെ എതിരെ പോരാടാനുള്ള ഓർഗനൈസിങ് എഫർട്ടായിട്ട് ഇന്ത്യയിൽ നിലനിന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അൺലൈക്ക് ദി സെക്കൻഡ് ഫേസ് വെയർ നാഷണൽ ഇൻ്റർവെൻഷൻ വാസ് പ്രൈമർലി പൊളിറ്റിക്കൽ, ക്യാപ്ചർ ദ സ്റ്റേറ്റ് പവർ, ദാറ്റ് ഈസ് ദ ഇൻറ്റൻഷൻ ബിഹൈൻഡ് നാഷണൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഈ ഒരു ഏർലി സ്റ്റേജിലെ തോട്ട്സ് ഓഫ് ഡിഫറൻറ്റ് സോഷ്യൽ തിങ്കേഴ്സ്. ദെൻ ഫസ്റ്റ് ഓഫ് ആൾ സോഷ്യൽ തിങ്കർ എന്ന രീതിയിൽ റാംമോഹൻ റായിയുടെ സോഷ്യൽ തിങ്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് വിശകലനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് റാംമോഹൻ റായ്? റാംമോഹൻ റായിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു സോഷ്യൽ തിങ്കറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ സോഷ്യൽ തിങ്കറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളെ സമൂഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ തിങ്കർ എന്ന രീതിയിൽ വളരെയധികം എക്സലൻസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. റാംമോഹൻ റായ് വാസ് എ സോഷ്യൽ തിങ്കർ പാർ എക്സലൻസ്. ഹിസ് റോൾ ഇൻ ഡൂയിങ് എവേ വിത്ത് സാറ്റി എമംഗ് ദി ഓർത്തഡോക്സ് ബ്രാഹ്മിൻസ് വാസ് ഹിസ്റ്റോറിക്കൽ. By founding Brahma Samaj, Roy sought to articulate his belief in the Islamic notion of one God. ബ്രഹ്മസമാജ് രൂപം കൊടുത്തപ്പോഴും അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന വിശ്വാസം ഇസ്ലാമിക് ഐഡിയ പോലെ തന്നെ ഒരു ദൈവം. ഇൻ ഹിസ് കൺസെപ്ച്വലിസം, സോഷ്യൽ റിഫോം ഷുഡ് പ്രിസീഡ് പൊളിറ്റിക്കൽ റിഫോം. ഫോർ ദി ഫോമർ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ലിബർട്ടി ഇൻ ദി പൊളിറ്റിക്കൽ സെൻസ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സാമൂഹ്യ പരിഷ്കരണം എന്നുള്ളത് പൊളിറ്റിക്കൽ റിഫോംസിനും രാഷ്ട്രീയ പരിഷ്കരണത്തിനും, അതിലെ സാമൂഹ്യ പരിഷ്കരണം അത് സ്വാതന്ത്ര്യത്തിന് വഴിതെളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് റാംമോഹൻ റായ് ഡിഡ് നോട്ട് അപ്പിയർ ടു ഹാവ് പെയ്ഡ് അഡിക്വേറ്റ് അറ്റൻഷൻ ടു ഹിസ് പൊളിറ്റിക്കൽ ഐഡിയാസ്. അദ്ദേഹം പൊളിറ്റിക്കൽ ഐഡിയാസിന് അത്ര കണ്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ആൾദോ ഹി ഡിസ്പൈസ്ഡ് കൊളോണിയലിസം, ഹി അപ്പിയർഡ് ടു ഹാവ് എൻഡോഴ്സ്ഡ് ദ ബ്രിട്ടീഷ് റൂൾ ഐഡിയാസ്. ബ്രിട്ടീഷ് റൂൾ ഐഡിയാസിനെ എല്ലാത്തിനെയും അദ്ദേഹം എതിർക്കുന്നുണ്ട്. ആൾദോ ഹി ഡിസ്പൈസ്ഡ് കൊളോണിയലിസം, സോ ഹി അപ്പിയർഡ് ടു ഹാവ് എൻഡോഴ്സ്ഡ് ദ ബ്രിട്ടീഷ് റൂൾ, presumably because of its historical role in combating the prevalent feudal forces. നിലവിലുള്ള ഫ്യൂഡൽ അധീന ശക്തികളെ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അധിനിവേശ ശക്തികളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ആശയത്തിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി വാസ് ദ ബ്രിട്ടീഷ് റൂൾ സുപ്പീരിയർ, അറ്റ്ലീസ്റ്റ് കൾച്ചറലി, ദാൻ ദ ഈസ്റ്റ് while feudal rulers, it would also contribute to different India by injecting the values it represented. അപ്പോൾ സാംസ്കാരികപരമായിട്ട് വളരെ സുപ്പീരിയർ എന്ന് വിചാരിക്കുന്ന ഒരു ജനസമൂഹം, ആ സുപ്പീരിയറായിട്ട് കണക്കാക്കുന്ന ഫ്യൂഡൽ റൂളേഴ്സ്, ഇവരുടെയൊക്കെ ആദർശങ്ങളെ അത് വാല്യൂസിൽ ഇൻജെക്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിസ് അഡ്മിറേഷൻ ഫോർ ദ ബ്രിട്ടീഷ് റൂൾ വാസ് ബേസ്ഡ് ഓൺ his faith in its role in radically altering traditional mental makeup of Hindus. അദ്ദേഹം ഹിന്ദുസിൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമെന്ന ആ ഒരു സമൂലപരമായ മാറ്റത്തെയാണ് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നത്.
The continued British rule, the further added, would eventually lead to the establishment of democratic institutions in the Great Britain. നിരന്തരമായ ബ്രിട്ടീഷ് റൂൾ തീർച്ചയായിട്ടും പിന്നീട് ഗ്രേറ്റ് ബ്രിട്ടനിൽ പോലും അവിടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വരാനായിട്ട് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ലിബറൽസിനെ പോലെ തന്നെ റോയി ആൾസോ ഫെൽറ്റ് ദാറ്റ് ദ അൺക്രിട്ടിക്കൽ അക്സെപ്റ്റൻസ് ഓഫ് ബ്രിട്ടീഷ് liberal values was probably the best possible means creating democratic institutions in India എന്ന കാഴ്ചപ്പാടാണ്. അതായത് മറ്റേതൊരു ലിബറൽ തിങ്കറിനെ പോലെ റോയിക്കും തോന്നിയിരുന്ന കാര്യം എന്തെന്നാൽ, വിമർശനമില്ലാതെ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ലിബറൽ വാല്യൂസ്, ആ ലിബറൽ വാല്യൂസ് ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും സാധ്യമായ ഉപാധി എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ പോലും ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് ഇടയാക്കിയത് എന്ന് ആണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഹി അപ്രീസിയേറ്റഡ് ദ ബ്രിട്ടീഷ് റൂൾ ആസ് ബോൺ ഇൻ ഡിസ്ഗൈസ്. ബ്രിട്ടീഷ് റൂൾ ശരിക്കും ഒരു ബോൺ ഇൻ ഡിസ്ഗൈസ് എന്നാണ് പറയുന്നത്. ബോൺ ഇൻ ഡിസ്ഗൈസ്, ഒരു കഴ്സ്ഡ്, ഒരു എന്താ പറയുക, ഒരു ശാപമാണ്. പക്ഷേ എന്നാൽ അതൊരു അനുഗ്രഹം കൂടിയായി. എന്താ അങ്ങനെ പറയുന്നത്? ബോൺ ഇൻ ഡിസ്ഗൈസ് ബിക്കോസ് ഇറ്റ് വുഡ് ഇവൻച്വലി ട്രാൻസ്പ്ലാന്റ് ഡെമോക്രാറ്റിക് ഗവേണൻസ് ഇൻ ഇന്ത്യ. അത് പതുക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്വേച്ഛാധിപത്യ മനോഭാവമുള്ള ഭരണ സംവിധാനത്തെ പാടെ പിഴുതെറിയുവാനും ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ വരുവാനും അത് വഴിതെളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ബോൺ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. ദ അതർ ഏരിയ ഫോർ വിച്ച് ദ റോൾ ഓഫ് റാംമോഹൻ റായ് വാസ് ഡിസിസീവ് വാസ് ദി ആർട്ടിക്കുലേഷൻ ഓൺ ദ ഡിമാൻഡ് ഓഫ് ഫ്രീഡം ഓഫ് ദി പ്രസ്. ആശയവിനിമയത്തിനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ടാവണമെന്ന കാര്യത്തിലാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെതായ ആദർശമുയർത്തിയത്. എലോങ് വിത്ത് ഹിസ് കൊളീഗ് ദ്വാർക്കനാഥ് ടാഗോർ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്, കൂട്ടുകാരനാണ്. ഹി സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ പ്രൈവി കൗൺസിൽ ഫോർ ദ ഫ്രീഡം ഓഫ് പ്രസ് which he justified as essential for democratic functioning of the government. അദ്ദേഹം ഒരു പെറ്റീഷൻ കൊടുത്തു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനവുമുണ്ട്. എന്നിട്ട് അത് പ്രൈവി കൗൺസിലാണ് ആ പെറ്റീഷൻ കൊടുത്തത്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, ഫ്രീഡം ഓഫ് പ്രസ്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇവിടെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലായ്മയുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. പ്രൊവൈഡ് എ ഡിവൈസ് ഫോർ വെന്റിലേഷൻ of grievances. It would also enable government to adopt steps for their redressal before they caused damage to the administration. ഭരണസ്ഥലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായാൽ ആ കുഴപ്പങ്ങളെ എടുത്തു കാണിക്കുവാനും അതിനെ അഡ്രസ്സ് ചെയ്യുവാനും പറ്റുന്ന തരത്തിലൊരു വാതായനം, ജനങ്ങളുടെ പരാതികളും ആവലാതികളും എല്ലാം തന്നെ തുറന്നു പറയുവാനുള്ളൊരു സംവിധാനം, അതിനുവേണ്ടി ഫ്രീഡം ഓഫ് പ്രസ് എന്ന ആ ഒരു ആശയം അപ്പോൾ അതിവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി അദ്ദേഹം ഇവിടെ ഒരു പരാതി ബോധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പരാതി ബോധിപ്പിച്ചത് തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ലിബറൽ സ്വതന്ത്രപരമായ ചില ആശയങ്ങളും ഇതിനോടൊപ്പം തന്നെ റിമാർക്കബിൾ കോണ്ടക്സ്റ്റ് എന്ന രീതിയിൽ ഇവിടെ ഉയർന്നു വന്നു. ദ ഡിമാൻഡ് ഫോർ ഫ്രീഡം ഓഫ് പ്രസ് വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഗ്രോയിങ് ദോ ലിമിറ്റഡ് ഡെമോക്രറ്റൈസേഷൻ എമംഗ് ദ ഇൻഡിജിനസ് എലൈറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ദ ഐഡിയ ഓഫ് പ്രസ് ഫ്രീഡം if sanctioned would act as safety valve for the colonial ruler because of the exposition of grievances in the public domain. പൊതുസമക്ഷത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടേതായ പരാതിയും ആവലാതിയും എല്ലാം പറയാനുള്ള ഒരു അവസരമാവും. അവർക്ക് സ്വതന്ത്രമായിട്ട് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി ഇവിടെ തുറന്നു കിട്ടിയാൽ എന്നൊരാശയമായിരുന്നു റാംമോഹൻ റായ്ക്കുണ്ടായിരുന്നത്. സോ ദി തോട്ട് ഓഫ് റാംമോഹൻ റായ് was very very important role in the social thinking. Rammohan Roy had played a progressive role in particular historical context also. While conceptualizing his historical role, Roy appeared to have privileged his experience of British colonialism over its immediate feudal past. By undermining the obvious devastating impact of foreign rule on Indian society, politics and economy, he also clearly supported one system of administration over the other, rather consciously, simply because his uncritical faith in British enlightenment in significantly transforming the prevalent Indian mindset. അതായത് അദ്ദേഹം വളരെയധികം നിർണായകമായ ഒരു പങ്ക് ചരിത്രപരമായ തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ
ചരിത്രപരമായിട്ട് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ റോൾ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റേതായ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രിവിലേജ്ഡ് എക്സ്പീരിയൻസ് ബ്രിട്ടീഷ് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. കാരണം ഫ്യൂഡലിനെ ഇവിടെ നിന്നും തുരത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുക. അപ്പോൾ ഒബീവിയസ് ഡിവാസ്റ്റേറ്റിംഗ് ഇമ്പാക്റ്റ് ഫോറിൻ റൂളിൽ ഇവിടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കി. വളരെയധികം തകർച്ചപരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റായിരുന്നു ഫോറിൻ റൂൾ ഇവിടെ ഉണ്ടാക്കിയത്. അത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലും രാഷ്ട്രീയ മേഖലയും താറുമാറാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഭരണം എന്ന് പറയുമ്പോഴേക്കും അത് വളരെയധികം ക്രിട്ടിക്കലായി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമായിരുന്നെങ്കിൽ പോലും ആ ബ്രിട്ടീഷ് എൻലൈറ്റ്മെൻറ്റിനെ സിഗ്നിഫിക്കൻ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുവാനായിട്ട് നമ്മുടെ ഇന്ത്യൻ മൈൻഡ് സെറ്റിന് സാധ്യമായി. അപ്പോൾ ഇന്ത്യൻ മൈൻഡ് സെറ്റിനെ ബ്രിട്ടീഷ് എൻലൈറ്റ്മെൻറ്റിനെ ഇവിടെ നിന്ന് മാറ്റുവാനും അവിടെ ഒരു പരിവർത്തനം ഭരണതലത്തിൽ കൊണ്ടുവരുവാനും സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വൺ മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡൈജസ്റ്റ് ഹിസ് ഇൻവിറ്റേഷൻ ടു ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ഇൻ ഇന്ത്യ ഡെസ്പൈറ്റ് ദെയർ ബ്രൂട്ടാലിറ്റീസ് ആൻഡ് റൂത്ത്ലെസ്നെസ് വയ ദ ഇന്ത്യൻ പേഴ്സൺസ് ഇഫ് ഡിസ്കസ്ഡ് ഐസൊലേഷൻ. അതായത് റാംമോഹൻ റോയിയെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് ഇവരുടെ ഭരണാധികാരികൾ ചർച്ച ചെയ്യുന്നതിനും പലതരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നതിനും ഇന്ത്യൻ മൈൻഡ് സെറ്റുമായി കൂടി ഇവിടുത്തെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലുള്ള നേതാക്കന്മാർക്ക് ആർക്കും തന്നെ അത് അഡ്മിറ്റബിൾ ആവില്ല എന്നറിയാം. ബട്ട് ദിസ് വാസ് പെർഫെക്റ്റ്ലി റാഷണലൈസ്ഡ് ഇഫ് വൺ ഈസ് ഡ്രോൺ ഹിസ് ആർഗ്യുമെൻറ്റ് ജസ്റ്റിഫൈയിങ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ എംപയർ ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് എക്കണോമിക് സ്ട്രെങ്ത്. അതായത് ആ അത്തരം ചിന്താഗതിയെ തകിടം മറിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് അതിൻ്റെ ചില യുക്തിയുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ന്യായീകരിക്കുന്നത് ഇവിടുത്തെ ഒരു സാമ്രാജ്യത്വ അധിനിവേശ ശക്തി അവരുടെ എക്കണോമിക് സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിലനിന്നിരുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അവർക്കിവിടെ എക്കണോമിക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിച്ചത്. അപ്പോൾ അതിനെ നമുക്ക് അവരിവിടെ പ്ലാൻ ചെയ്തു, അവരിവിടെ തഴച്ചു വളർന്നു, നട്ടുവളർത്തി, അപ്പോഴതിനെ അവർ വെൽത്ത് നേടി എന്നുള്ളതാണ്. അതാണ് റോയി ആർഗ്യൂ ചെയ്യുന്നത്. ദ മോർ ദ പ്ലാന്റേഴ്സ് അക്വയർ വെൽത്ത്, ആർഗ്യൂഡ് റോയി, ദ ബെറ്റർ വുഡ് ബി ദർ ഡിഫൻസ് ഫോർ കണ്ടിന്യൂറ്റി ഇൻ ഇന്ത്യ. അപ്പോഴും വിദേശീയരിവിടെ ഭരിച്ചു, അവരിവിടെ പ്ലാന്റേഴ്സ് എന്ന രീതിയിൽ കൂടുതൽ വെൽത്ത് സമ്പാദിച്ചു. അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ നിരന്തരമായി ശ്രമിച്ചു. അവരെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ മറ്റുള്ളവർക്ക് സാധിക്കാതെ പോയി. അപ്പോൾ ഇതൊക്കെ ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഗിവൺ ഹിസ് ഹിസ്റ്റോറിക്കൽ റോൾ ഇറ്റ് വുഡ് നോട്ട് ബി റോങ് ടു ആർഗ്യൂ ദാറ്റ് റാംമോഹൻ റോയ് ഡിസ്ചാർജ്ഡ് ഹിസ് റെസ്പോൺസിബിലിറ്റി ഇൻ ട്യൂൺ വിത്ത് ദ ഹിസ്റ്റോറിക്കൽ റിക്വയർമെൻറ്റ് ഓഫ് ഹിസ് റോൾ ഇൻ ദ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യാസ് ഗ്രോത്ത് ആസ് എ ഡിസ്റ്റിങ്ക്ട് സോഷ്യോ പൊളിറ്റിക്കൽ യൂണിറ്റ്. പക്ഷേ അദ്ദേഹം ഇവിടുത്തെ പ്രവർത്തനം അദ്ദേഹം നയിച്ചത് നമ്മുടെ പ്രത്യേക സാമൂഹിക സാമ്പത്തിക സിറ്റുവേഷനിലെ ഇവിടെയുള്ള ജനങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് നേരെയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സോഷ്യൽ തിങ്കർ എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നന്നായിട്ട് ഇറങ്ങി ഒരു സോഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഇറ്റ് വുഡ് ദെയർ ഫോർ ബി ഹിസ്റ്റോറിക്കലി ഇനാഡിക്കേറ്റ് ടു സേ ദാറ്റ്. അപ്പോൾ ചരിത്രപരമായി നാം ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലെല്ലാം തന്നെ ഇനാക്കുറേറ്റ് ടു ഐഡൻറ്റിഫൈ ആസ് എ പ്രോ ഇമ്പീരിയൽ തിങ്കർ. അദ്ദേഹം ഒരു ഇമ്പീരിയൽ തിങ്കറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളെന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ബിക്കോസ് നാഷണലിസം ഡിഡ് നോട്ട് അക്വയർ ദ ഫീച്ചേഴ്സ് ഓഫ് ലേറ്റർ പീരീഡ്. ഹിസ് ഐഡിയാസ് വെദർ സപ്പോർട്ടിങ് ദ ബ്രിട്ടീഷ് ഓർ ക്രിട്ടിസൈസിങ് ദ പാസ്റ്റ് റൂളേഴ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുകയാണോ അതോ ബ്രിട്ടീഷുകാരുടെ തലമുറയിൽ നിന്ന പാസ്റ്റ് റൂളേഴ്സിനെ വിമർശിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതെല്ലാം തന്നെ ഹിസ്റ്റോറിക്കലി കണ്ടീഷൻഡ് ആൻഡ് ടെക്സ്റ്റുവേഡ് ആണ്. സോ ഹി ഓതേഡ് ഹിസ് ഹിസ്റ്റോറിക്കൽ റോൾ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ നിയോഗം അദ്ദേഹം അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുവാനായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ആസ്പിറേഷൻ പ്രൊവൈഡ് ചെയ്യുവാനും അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മേഖലയിലെ അവിടെ ഉണ്ടായിരുന്ന കൊളോണിയലിസത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ ഇല്ലായ്മ ചെയ്തൊരു ട്രാൻസ്ഫോർമേഷൻ ഇവിടുത്തെ സമൂഹത്തിലെ ഇന്ത്യൻ മൈൻഡ്സിൽ സൃഷ്ടിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിക്കുക. സോ ദിസ് ഈസ് ദ സം പോയിൻറ്റ്സ് റിഗാർഡിങ് തോട്ട്സ് ഓഫ് റാംമോഹൻ റോയ്. ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് ഓവർ. അടുത്തൊരു വീഡിയോ സെഷനിൽ വീണ്ടും കാണാം. MPSC 004 എന്ന കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട്
നോട്ടിഫൈ ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങളുടെ ലെസൺസ് നിങ്ങളുടെ കയ്യിലെത്തും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.